ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ധനവാൻ ഈശോയുടെ അടുത്തേക്ക് വന്നു, ഈശോനെ അനുഗമിക്കുവാനുള്ള ആഗ്രഹമൊക്കെ ചോദിച്ചുകൊണ്ട്. ഈശോനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കണം. അവൻ വിട്ടുപോയി. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, പത്രോസ് ചോദിക്കുക, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നിൻ്റെ പിന്നാലെ വന്നു, ഞങ്ങൾക്ക് എന്നാ ലഭിക്കും? ഈശോ പ്രതിഫലത്തെക്കുറിച്ചെല്ലാം അവർക്ക് പറയുക. അവൻ്റെ അവസാനം ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിൻപന്മാർ പലരും മുൻപന്മാരുമാകും. പത്രോസൊക്കെ തീഷ്ണതയോടുകൂടി ജോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തിയാണ്, മുമ്പന്മാർ പലരും പിമ്പന്മാരാകും, പിമ്പന്മാർ പലരും മുമ്പന്മാരാകും. ജീവിതത്തിൽ നീ ഏറെ ശ്രദ്ധിക്കണമെന്ന്. ഇപ്പോൾ ഒരുപക്ഷെ നീ കർത്താവിനോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്, നിനക്കൊരു സന്തോഷം ഉണ്ടാകണം. പക്ഷേ അതിൻ്റെ ആനന്ദത്തിൽ നിന്നാൽ പോരാ, അത് നീ എന്നും നിലനിർത്തണം. ഓരോ ദിവസവും വേണ്ടതായ കൃപകൾ നീ നേടിയെടുക്കണം. ഓരോ ദിവസവും വേണ്ടതായ ബോധ്യത്തിൽ തന്നെ നീ വളരണം. ഓരോ ദിവസവും വചനത്തിലൂടെ മറ്റെല്ലാ രീതിയിൽ നീ നിന്നെ ശക്തിപ്പെടുത്തണം. അല്ലെങ്കിൽ നീ പിന്തള്ളപ്പെട്ടേക്കാം. ഓരോ ദിവസത്തെയും വേണ്ടതായ രീതിയിൽ ജ്വലിപ്പിക്കണം. എന്നിട്ട് നീ ക്രിസ്തുവിൽ ആനന്ദിക്കണം. ദിവസത്തിൻ്റെ സ്പിരിച്വാലിറ്റിയാണ്. അതിലാഴപ്പെടാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. എന്നും തീഷ്ണതയോടുകൂടി നിന്റെ ഒപ്പമായിരിക്കാൻ, ഓരോ ദിവസം കൂടുതൽ ജ്വലിക്കുവാനായിട്ട് വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ട നന്മകൾ, കൃപകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.